അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ. ഫെബ്രുവരി 26 ഇന്ന് ശിവരാത്രി. അപ്പോൾ ഇന്ന് ശിവരാത്രിക്ക് ഉറക്കമൊഴിയാൻ പോവാണ് കേട്ടോ. ഇന്ന് മുന്നേ ഞാൻ പറയാണ്, വ്രതം ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം സമയം 10:59, 11 മണിക്ക് 1 മിനിറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇപ്പം തൊട്ട് നാളെ ഒരു 10 ഒരു 7-8 മണി വരെ രാവിലെ രാത്രി സാധാരണ വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് 6, നമ്മൾ ശിവരാത്രിക്ക് ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി, അതായത് വിളക്ക് കത്തിച്ച ശേഷമേ കിടന്നുറങ്ങാളൂ എന്നാണ്. പക്ഷേ എത്രയും നേരമൊന്നും ഇരിക്കുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ വലുതായിട്ട് ഉറക്കമൊന്നും ഒഴിയാറില്ല. രണ്ടാമത് എൻ്റെ അനിയത്തി ചക്ക വെട്ടിയിട്ടാണ് കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അവളെ കൂട്ടുകാരിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയാണ്, ഞാൻ +2 പഠിച്ച സമയത്ത് ഇതേപോലെ എൻ്റെ കൂട്ടുകാരികളെല്ലാവരും നമ്മൾ വീഡിയോ കോൾ വഴി ഇങ്ങനെ ശിവരാത്രി ഉറക്കൊഴിയാൻ കണക്ക് ഇരുന്നൊരു സംഭവമുണ്ട്. അതെല്ലാവരും ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച്, പക്ഷേ നമ്മൾ 2 മണി വരെ കണ്ടിരുന്നോളൂ. അപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി എല്ലാവരും. അത് കണക്കാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം ഇരിക്കാൻ പറ്റുന്ന അത്രത്തോളം നമ്മളൊരു ചലഞ്ച് കണക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏകദേശം 2-3 മണി വരെ ഉറപ്പായിട്ടിരിക്കും കേട്ടോ. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്, ഞാനെങ്കിലും ഇരിക്കും എന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഓരോരോ അപ്ഡേറ്റ്സ് കാണാം. അടുത്തൊരാൾ അവിടെ മാഗി ഉണ്ടാക്കിയാണ് കേട്ടോ. വാവ്, തക്കാളിയോ? എന്താ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തട്ടി റെഡിയാക്കാം. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. അതാ 12 മണിയായപ്പോഴത്തേക്ക് ഇതാ മാഗി കഴിക്കാൻ പോണേ. ഇതാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞു കേട്ടോ. അപ്പം അടുത്ത പരിപാടിയാണ് ഏഷ്യൻ മൂവിയിൽ അങ്ങനെ. ഇപ്പം സമയം 1:30 ആയിരിക്കുകയാണ്. ഇപ്പം മാഗി കഴിച്ചിട്ട് ഈ പെമ്പിള്ളേർക്ക് വയറ് വശക്കണമെന്ന്. ഇതിൻ്റെയൊക്കെ വലിയ കൊക്കോപ്പുഴുവാണെന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത ബ്രെഡും പൊരിക്കാനായിട്ട് പോകാനായിട്ട്. ബ്രെഡൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രെഡ്
അടുത്തത് ബ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് എണ്ണയിൽ വെച്ച് പൊരിച്ചതാണേ. ചേട്ടറി എത്ര മണിയായി നോക്കട്ടെ? 2:42, 2:45 അടുപ്പിച്ചായിട്ടുണ്ടേ. 2 പേർക്കും ഉറക്കം വന്നു തുടങ്ങി. കുഞ്ഞാറ്റ മുഖം നോക്കട്ടെ. വേണ്ട, വൈകിരി കണ്ണിന്റെ പോളയൊക്കെ തടിച്ചു തുടങ്ങിയിട്ട്. അങ്ങനെ ഫ്രണ്ട്സ് 3 മണി അടുപ്പിച്ച് 2:45 2:45 വരെ ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് പിള്ളേർക്കൊക്കെ ഉറക്കം വന്ന് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നാളെ ഇനി എക്സാം ഇല്ല, പക്ഷെ മറ്റന്നാൾ ഇവർക്ക് എക്സാം ഉണ്ട്. അപ്പം നാളെ മെയിൻ എക്സാം ഇല്ലേ? 8ാം ക്ലാസ്സിൻ്റെ മെയിൻ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണവും കൂടെ അത് പഠിച്ചിട്ടില്ല. എന്തിനും എഴുതി വയ്ക്കുമെന്ന് അറിഞ്ഞൂടാ. ഇനി ഞാൻ വല്ല പിടിച്ചിരുത്തി ഇവരെ ഉറക്കൊഴിപ്പിച്ചെന്ന് പറയില്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മര്യാദയ്ക്ക് ഇപ്പോൾ പറഞ്ഞ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർ പോവോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ വെയിറ്റിംഗ് ആണ്. തലയൊക്കെ ചൊറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഉറങ്ങാൻ തോന്നണില്ലെന്ന്. കുഞ്ഞാറ്റ കണ്ണടച്ചു തുടങ്ങി. കുഞ്ഞാറ്റ കണ്ണടച്ചു വരുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. കണ്ണൊന്നും അടയില്ല, ചെറുതായിട്ടൊന്ന് പോള അടച്ചതേ ഉള്ളു. കൺപോള അടച്ചതേ ഉള്ളു. വൈകി അങ്ങനെ ഒരാള് ഉറങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഉറങ്ങി. കുഞ്ഞാറ്റ് നടക്കണ്. എല്ലാരും കൂടെ പറ, നിങ്ങൾ ഉറങ്ങണ ഇല്ലേ? ഒരു തീരുമാനം പറ പിള്ളേര്. ഇത് തന്നെ പറയണ. എന്നിട്ട് എല്ലാരും ഇരുന്ന് ഉറങ്ങില്ല. ശരി, പറ, എന്നാ എന്തെങ്കിലും കളിക്കാം. അങ്ങനെ ഫ്രണ്ട്സ് ഇപ്പൊ സമയം 3:22 ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടെ ഉറക്കം വരണ. കുഞ്ഞാറ്റ പോയി, വൈകത ഉറക്കം തൂങ്ങിയതാ ഇവിടെ ഇരിക്കണ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് കേട്ടോ. ഇനി ഒറ്റയ്ക്ക് ഞാനായിട്ടിരിക്കണത് ഒറ്റയ്ക്ക് ഇരിക്കാം നമുക്ക് വയ്യ. ചെറിയ ജസ്റ്റ് ഒരു ഫണ്ട്. ഇത്രയും നേരം ഇരിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. 3:22 ഇത്രയും നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ ഇപ്പം ഇവർ കിടന്നുറങ്ങിയില്ലെങ്കിൽ ഇവരെ ഉറക്കം ശരിയാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എക്സാമൊക്കെ ഉള്ളതാണ്, പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കിടന്നാൽ നാളെ രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്കെങ്കിലും ഉറക്കം എണീക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു ശിവരാത്രി അടുത്ത വർഷത്തേക്ക് ഇനി ഉള്ളു. അപ്പോൾ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. Yeah.